എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 38ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി ഊഷ്മളമായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വർബ് നോട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. അത് മുഴുവനാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്വർബ് നോട്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇല്ലേ? അതിലെന്താണ് വരിക? അഡ്വർബുകളും അഡ്വർബ് ഫ്രേസുകളുമാണ് വരിക എന്ന് നിങ്ങളോട് പറഞ്ഞു തന്നു. നമുക്കറിയാം എന്താണ് അഡ്വർബ്, എന്താണ് അഡ്വർബ് ഫ്രേസ്. ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുകയാണത്. ആവർത്തിക്കുമ്പോൾ നമുക്ക് അലവരസവും അല്ലെങ്കിൽ വളരെയധികം ബോറടിയും തോന്നും അല്ലേ? പക്ഷേ ഇംഗ്ലീഷ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനും നീളമുള്ള സെൻറ്റൻസ് എഴുതുന്നതൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് പഠിച്ചേ മതിയാകൂ. എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത്, എന്താണ് അതിൻ്റെ ആശയം എന്നുള്ളത്, അത് ഏതെങ്കിലും ഭാഷ, മലയാളം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൽ മനസ്സിലാക്കിയിരുന്നാൽ എളുപ്പമായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്ന കാര്യം ഒന്ന് ഓർമ്മിക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു തരാണെങ്കിൽ, ആ ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾ 4 വാക്യഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 4 വാക്യഭാഗങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം അതെന്ത് വാക്യഭാഗമാണ്. നൗൺ ഫ്രേസ് ആണോ, അല്ലെങ്കിൽ നൗണാണോ, നൗൺ ഫ്രേസ് ആണോ, വെർബ് ആണോ, വെർബ് ഫ്രേസ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്, അഡ്വർബാണ്. അങ്ങനെ പറയാൻ കഴിഞ്ഞാലാണ് നമുക്ക് ഇംഗ്ലീഷ് എഴുതുക എന്നുള്ളത് വളരെ നിസ്സാരമായി തീരുക. അപ്പൊ അത് ആശയം ഒന്ന് ഉറച്ചു കഴിഞ്ഞാലോ ടപ്പേ എന്ന് വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് എഴുതാൻ കഴിയും. മലയാളം എഴുതുന്ന എഴുതി നിങ്ങൾക്ക് കൈവരിക്കും. നോക്കുക, ഉറക്കെ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണോ, അഡ്വർബ് ആണോ? വളരെ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണോ, അഡ്വർബ് ആണോ? ഈ പണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ ഒരു വാക്യവക എന്താണത്? നൗൺ ഫ്രേസ് ആണോ, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ, വെർബ് ഫ്രേസ് ആണോ, എന്താണത്? ദൈവത്തിൽ എന്നൊരു വാക്യഭാഗം ഒരു വാചകത്തിൽ കാണാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയില്ലേ? അത് ദൈവത്തിൽ എന്നുള്ളത് എന്താ? അഡ്ജക്റ്റീവാണത്, അഡ്വർബാണത്. അത് തിരിച്ചറിയണം എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അതിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒറ്റവാക്കായിട്ടുള്ള അഡ്വർബേഴ്സുകളെ ചെറുതായിട്ടൊന്ന് എഴുതാൻ പഠിച്ചു. എങ്ങനെ അഡ്ജക്റ്റീവിൽ നിന്ന് അഡ്വർബ് ഉണ്ടാക്കാം, എന്ത് ചേർത്താലാണ് ഇംഗ്ലീഷിലാവുന്നത്? അഡ്ജക്റ്റീവിൻ്റെ ഒടുവിൽ ly ചേർത്താൽ അത് അഡ്വർബ് ആവും എന്ന് പഠിച്ചു. ചെറുതായിട്ടൊന്ന് പഠിച്ചു. അപ്പോൾ അതൊന്നും കൂടിയും നമുക്ക് ഒന്നും കൂടിയും വിശദമായിട്ട് പഠിക്കണം. മാത്രമല്ല നമുക്കറിയാം ഓരോ അഡ്വർബുകളും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഭാഗമാണ്. ഇത് എഴുതിയിരിക്കുന്നതൊക്കെ അഡ്വർബുകളാണ് കേട്ടോ. പണത്തിന് വേണ്ടി അഡ്വർബാണ്, ദൈവത്തിൽ എന്ന് പറഞ്ഞ അഡ്വർബാണ്, ഉറക്കെ എന്ന് പറഞ്ഞ അഡ്വർബാണ്, വളരെ എന്ന് പറഞ്ഞാൽ അഡ്വർബാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പോൾ പണത്തിന് വേണ്ടി എന്നുള്ള അഡ്വർബാണ് എന്നും മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എന്തിനു വേണ്ടി, എന്തുദ്ദേശത്താൽ പണത്തിന് വേണ്ടി. ചിലർ പണത്തിന് വേണ്ടി അഭിനയിക്കുന്നു എന്നൊരു വാചകം എടുക്കുക. ചിലർ അന്നത്തിന് വേണ്ടി അഭിനയിക്കുന്നു, ചിലർ പ്രശസ്തിക്ക് വേണ്ടി അഭിനയിക്കുന്നു. അപ്പൊ അഭിനയിക്കുന്നു എന്ന ക്രിയ ഒന്നാണ് അല്ല? എല്ലാത്തിലും പറഞ്ഞ 3 വാചകങ്ങളിലും ക്രിയ ഒന്നാണ്, അഭിനയിക്കുന്നു. പക്ഷെ ആ പ്രവൃത്തിയുടെ പ്രത്യേകത വ്യത്യാസമുണ്ട്, ഉദ്ദേശം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്ന ക്രിയാവാചകം. എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരമാണ്.
ഇങ്ങനെ ഏതേതെങ്കിലും ചോദ്യത്തിന് ഉത്തരമായിരിക്കും എന്ത് അഡ്വർബുകൾ. ആ ചോദ്യങ്ങളേവാ നമ്മൾ പഠിക്കണ്ടേ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഓരോ തരം അഡ്വർബുകളും ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരുന്നതാണ്. അത് ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരുന്നതാണ് എന്ന് നമുക്കൊരു അഡ്വർബ് കണ്ടാൽ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കുറെ ചോദ്യങ്ങളും അവയ്ക്ക് ഉത്തരമായി വരുന്ന അഡ്വർബുകളൊന്ന് പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു അഡ്വർബ് കണ്ട വശം നമുക്കറിയാം അത് ഏത് ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് എന്നും അത് അഡ്വർബ് ആണോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞങ്ങൾ ഓരോ ചോദ്യങ്ങൾ അതിന് ഉത്തരമായി വരുന്ന അഡ്വർബുകൾ ഏതെന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഹൗ അഥവാ എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന അഡ്വർബ് ഏതെന്ന് നോക്കാം. അത് രീതിയെ കുറിക്കുന്നതാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ രീതി ഉണ്ടായിരിക്കും അല്ലേ? ഒരു പാട്ട് പാടാണെങ്കിൽ നന്നായി പാടാം, മധുരമായി പാടാം, അരോചകമായി പാടാം അല്ലേ? പലതരത്തിൽ പാടാം. അപ്പൊ എങ്ങനെ പാടുന്നു എന്നുള്ളത് ആ പാടുന്നു എന്ന ക്രിയയുടെ പ്രത്യേകതയാണ് അല്ലേ? അവ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കുന്നു? ഉറക്കെ സംസാരിക്കുന്നു. അപ്പൊ ഉറക്കെ എന്നുള്ള എന്താ? എങ്ങനെ സംസാരിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് അല്ലേ? അപ്പൊ ഇവിടെ കാണുന്ന ഉറക്കെ എന്നുള്ള എന്താണ്? അഡ്വർബാണ്. ഏത് ചോദ്യത്തിന് ഉത്തരമായി വരുന്ന അഡ്വർബാണ്? എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന അഡ്വർബാണ്. ആ രീതി, സംസാരിക്കുന്ന രീതി. അപ്പൊ രീതിയെ കുറിക്കുന്ന അഡ്വർബ് എന്നും പറയും. അതെങ്ങനെ എഴുതും അത് നമുക്ക് നോക്കാം. അഡ്വർബുകളുടെ ഒരു പട്ടിക നമുക്ക് ഈ ഗണത്തിൽപ്പെട്ട, അതായത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന അഡ്വർബുകൾ പട്ടിക നമുക്ക് തയ്യാറായി നോക്കാം. അപ്പോൾ നമുക്ക് അതിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. നമുക്കത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. ബോർഡിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റ് സൈഡിൽ നാമവിശേഷണം, അതായത് അഡ്ജക്റ്റീവ്സ്, വലതുഭാഗത്ത് ക്രിയാവിശേഷണം, അഡ്വർബ്സ്. അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനാണ്. നിങ്ങൾക്ക് ഈ നാമവിശേഷണം ക്രിയാവിശേഷണം നമ്മളൊരു ബന്ധം, അത് നമ്മൾ നോക്കുമ്പോൾ ആ ബന്ധം നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് പ്രത്യേകതകൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക പ്രത്യേകതകളായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഈ വർഷം ഇപ്പോൾ 360 ദിവസം ഉണ്ട് വിചാരിക്കരുത്. 360 ദിവസം നമ്മൾ ഓർമ്മയിൽ നിൽക്കില്ലേ? നിൽക്കൂ. പല ദിവസങ്ങളും ഭൂരിഭാഗം ദിവസങ്ങൾ പതിവ് പോലെയുള്ള ദിവസങ്ങൾ കടന്നു പോകും. പക്ഷെ പർട്ടിക്കുലർ ഇത് നമ്മുടെ പിറന്നാളുകളോ അല്ലെങ്കിൽ കുട്ടി ജനിച്ച ദിവസമോ അല്ലെങ്കിൽ വിവാഹം നടന്ന ദിവസമോ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു ഓർമ്മ വെക്കുക അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യലാണ്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും പ്രത്യേകതകളിലായിരിക്കും. അത് നമ്മൾ മനുഷ്യ സഹജമാണ്. നമ്മൾക്കൊരു നല്ല പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള നിറമോ അല്ലെങ്കിൽ മുടിയോ അല്ലെങ്കിൽ ചിരിയോ ഒക്കെ ആരും ഇഷ്ടപ്പെടുക. അതൊരു എന്താ പറയുക, അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ എപ്പോഴും പോവുക. എന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകതകൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക് എന്താണ് അഡ്ജക്റ്റീവും അഡ്വർബും തമ്മിലുള്ള വ്യത്യാസം. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇപ്പൊ വൃത്തിയായ, വൃത്തിയുള്ള എന്നുള്ള നീറ്റ്, അവ ആയ ഉള്ള നിലാണ് ഈ നാമവിശേഷണങ്ങൾ മലയാളത്തിൽ അവസാനിക്കുന്നത്. അതൊരു മനസ്സിൽ വയ്ക്കുക. അവിടെ വരുമ്പോൾ വൃത്തിയായി, വൃത്തിയിൽ, എന്താ ക്രിയാവിശേഷണം ആകുമ്പോൾ വൃത്തിയായി, വൃത്തിയിൽ എന്നായി മാറും. കണ്ട, വൃത്തിയായ എന്നുള്ളത് വൃത്തിയായി, വൃത്തിയിൽ എന്നൊക്കെ മാറും. അതിന് ഇംഗ്ലീഷിൽ ഒറ്റ വാക്കുള്ളൂ കേട്ടോ, നീറ്റ്ലി. നമ്മൾ 2-3 തരത്തിൽ പറയും ക്രിയാവിശേഷണം. അത് ധീരമായ, ധൈര്യമുള്ള, ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാ. അപ്പോൾ നമ്മൾ നാമങ്ങൾ വിശേഷിപ്പിക്കാനാണ് ധീരമായ എന്നുള്ളതും ധൈര്യമുള്ള എന്നും നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. കറേജിയസ്, അത് ധീരമായി പോരാടി. കണ്ട, പോരാടി വെച്ചാൽ ക്രിയയാണ്. ആ ക്രിയ വിശേഷം ധീരമായി, കണ്ട, ആയി.
ധീരതയോടെ പോരാടി, രണ്ടും ഒരർത്ഥം തന്നെ. പക്ഷെ അത് ഇംഗ്ലീഷിൽ കറേജിയസ്ലി ഒരൊറ്റ വാക്കുള്ളൂ. നമ്മൾ പലതരത്തിൽ മാറി മാറി പറയും. അപ്പം നമ്മൾ അതിൻ്റെ പ്രത്യേകം നോക്കുക. അപ്പം ആയി ഇൽ എന്നൊക്കെ അവസാനിക്കുന്ന തരത്തിലാണ് ക്രിയാവിശേഷണങ്ങളുടെ പ്രത്യേകത മലയാളത്തിൽ, അല്ലേ? ഇംഗ്ലീഷിൽ എൽവയിൽ അവസാനിക്കുന്നു. അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് തരം, ഒരു തരമുള്ള ഇംഗ്ലീഷ്. അങ്ങനെ ഒന്നുകൂടി സിമ്പിൾ ഇംഗ്ലീഷ് പഠിക്കും. സത്യസന്ധമായ, സത്യസന്ധയുള്ള, സത്യസന്ധനായ, സത്യസന്ധയായ. ഈ അജക്റ്റീവിനും ഇംഗ്ലീഷ് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പുരുഷനായിക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അജക്റ്റീവിൻ്റെ രൂപം വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരു നാമത്തെ വിശേഷിപ്പിക്കുക മറ്റൊരു രീതിയായിരിക്കും. ഇതൊന്നുമല്ലാത്ത, ലിംഗമില്ലാത്ത എന്തെങ്കിലും നാമത്തെയാണെങ്കിൽ അത് വേറെ തരമായിരിക്കും. അതൊന്ന് കാണിച്ചു തരാൻ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം എഴുതി എന്നുള്ള മോഡലായിട്ട്. സത്യസന്ധമായ, സത്യസന്ധതയുള്ള, സത്യസന്ധമായ പ്രവൃത്തി, സത്യസന്ധമുള്ള വ്യക്തി, സത്യസന്ധനായ ഭരണാധികാരി, സത്യസന്ധയായ സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ മൂന്നാല് ടൈപ്പിലിങ്ങനെ. അതായത് മലയാളത്തിൽ പുരുഷനൊരു വിശേഷണം, സ്ത്രീക്കൊരു വിശേഷണം, ഇത് രണ്ടും ലിംഗം ഇല്ലാത്തതിന് വേറെ വിശേഷണം, അങ്ങനെ പലതരത്തിലുണ്ട്. മൂന്നാല് തരത്തിൽ നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ് ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് എല്ലാത്തിനും ഒരു തരമുള്ളൂ. ഈ 4 വാക്കിനും ഹോണസ്റ്റ് എന്നൊരൊറ്റ വാക്ക് ഇംഗ്ലീഷിലുള്ളൂ. ഒരു സ്ത്രീ വരുമ്പോൾ വേറൊരു ഹോണസ്റ്റിന് മാറ്റം വരുത്തുക, അങ്ങനെയൊന്നുമില്ല. പുരുഷൻ വരുമ്പോൾ വേറെ തരത്തിൽ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ്. അത് സത്യസന്ധമായി, സത്യസന്ധതയോടെ എന്നൊക്കെയാണ് ഇതിൻ്റെ ക്രിയാവിശേഷണം. അപ്പോൾ അത് ഹോണസ്റ്റ്ലി LY ചേർത്ത് കണ്ട. അപ്പോൾ സിമ്പിൾ ഇംഗ്ലീഷിൽ ഒരു വളരെ നിസ്സാര അഡ്ജക്റ്റീവിനെ അഡ്വർബാക്കാൻ എന്താണത്? അവസാനം ഒരു LY ചേർത്താൽ മതി. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ അഡ്ജക്റ്റീവ് ആണെങ്കിലും മൂന്നാല് തരത്തിൽ നമുക്ക് അഡ്ജക്റ്റീവ് ഉണ്ടായിരിക്കും മലയാളത്തിൽ. പക്ഷെ ഇംഗ്ലീഷിൽ അതിന് തുല്യമായ പദം ഒരെണ്ണം ഉണ്ടായിരിക്കുള്ളൂ. അത് നമ്മൾ കണ്ടല്ലോ. ഒരു ഉദാഹരണം നോക്കുക. നിർഭാഗ്യകരമായ, നിർഭാഗ്യമുള്ള, നിർഭാഗ്യവാനായ, നിർഭാഗ്യവതിയായ. ഒരു നിർഭാഗ്യകരമായ സംഭവം എന്ന് നമ്മൾ പറയില്ലേ? ആ സംഭവം എന്ന് പറയുമ്പോൾ എന്താ? അത് ആണും പെണ്ണൊന്നുമല്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു നൗണാണ് അത്. അപ്പോൾ നമ്മൾ സംഭവത്തിന് നിർഭാഗ്യകരമായ സംഭവം എന്ന് വിശേഷിപ്പിക്കും. നിർഭാഗ്യമുള്ള, അവൻ ആ ഭരണാധികാരി ഇലക്ഷനിൽ തോറ്റു. നിർഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ കഴിവുണ്ടായിരുന്നിട്ടും ഇലക്ഷനിൽ തോറ്റു. അത് നിർഭാഗ്യമുള്ളൊരു വ്യക്തിയാണെന്ന് പറയുക. അതങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. നിർഭാഗ്യവാനായ, അങ്ങനെ ഉപയോഗിക്കാം. നിർഭാഗ്യവതിയായ, അൺഫോർച്ചുനേറ്റ്, അത് നിർഭാഗ്യകരമായി, നിർഭാഗ്യവശാൽ, നിർഭാഗ്യകരമായ രീതിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥം മലയാളത്തിൽ. ഒരേ അർത്ഥം എന്ന് വെച്ചാൽ അത് ക്രിയാവിശേഷണമായിട്ട് നമുക്ക് ഈ 3 രൂപത്തിൽ ഉപയോഗിക്കാം എന്നർത്ഥം. അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഒറ്റ വാക്കുള്ളൂ അങ്ങനെ. അപ്പോൾ നമുക്ക് മലയാളത്തിൽ കൃത്യമായിട്ട് അറിഞ്ഞാൽ എളുപ്പത്തിൽ ക്രിയാവിശേഷണമോ അഡ്വർബിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഇതിലൊക്കെ പല വാക്കുകൾ അന്വേഷിച്ച് പോകേണ്ട ഒന്നാന്ന് മനസ്സിലാക്കിയിരുന്നാൽ. അതിനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിർഭാഗ്യകരമായ എൻ്റെ ഇംഗ്ലീഷ് അറിയാം. നിർഭാഗ്യമുള്ള, നിർഭാഗ്യവാനായ, അങ്ങനെ ഇംഗ്ലീഷ് അതിനെല്ലാം ഒന്നുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം. അതും നമുക്കൊന്ന് മനസ്സിൽ ഉറപ്പിക്കാനാണ് ഞാനത് പറഞ്ഞിരുന്നത്. ആ പിന്നെ അതുകൊണ്ട് അധികം ഇത് എഴുതുന്നില്ല. വേഗത്തിലുള്ള ക്വിക്ക്, വേഗത്തിൽ എന്നാവുമ്പോൾ ക്വിക്കിലി. പര്യാപ്തമായ അഡ്വക്കേറ്റ്, പര്യാപ്തമായി അഡ്വക്കേറ്റ്ലി. തിരശ്ചീനമായ ഹൊറിസോണ്ടൽ, തിരശ്ചീനമായി ഹൊറിസോണ്ടലി. കുത്തനെയുള്ള ഷാർപ്പ്, കുത്തനെ ഷാർപ്പിലി. മൂർച്ചയുള്ളെന്ന് വേറെ അർത്ഥം ഉണ്ട് അതിന്, അതങ്ങനെയുണ്ട്. അത് ഷാർപ്പിന്, ഷാർപ്പിലി, മൂർച്ചയോടെ, അങ്ങനെയും പറയാം. അത്ഭുതകരമായ മിറാക്കുലസ്, അത്ഭുതകരമായി മിറാക്കുലസിലി.
അത്ഭുതമായ വിധത്തിൽ, അതിന് മിറാക്കുലസ്ലി, ഡ്രാമാറ്റിക്കലി, പ്രിസൈസ്ലി. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു LY ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയാവിശേഷണം കിട്ടും. പക്ഷെ മലയാളത്തിൽ ക്രിയാവിശേഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ക്രിയാവിശേഷണങ്ങൾ ഉത്തിയായി, ഉത്തിയിൽ, കണ്ട ആ ഇൽ അങ്ങനെയാണ് വരുന്നത്. ധീരമായി ഈ വൈയിട്ട് അതിൽ വള്ളിയിടുക, വായി, ആ ഈൽ അവസാനിക്കുന്നത്. അവൻ ഇല്ലിൽ, വൃത്തിയിൽ, അല്ലെ ധീരതയോടെ ധീരതയോട് കൂടി, അങ്ങനെയൊക്കെയാണ് സത്യസന്ധതയോടെ. മനസ്സിലായേ? അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മലയാള വാചകത്തിലെ അഡ്വർബുകളെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അത് അഡ്വർബ് തിരിച്ചറിയാൻ വെച്ചാൽ അഡ്വർബിന് തുല്യമായ അഡ്വർബ് ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ ആ പ്രത്യേകതകൾ ഇതിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കുക. നല്ലവണ്ണം അതെടുത്ത് നല്ലവണ്ണം സ്വന്തമായിട്ടൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നിനക്കറിയാം അഡ്വർബ് ഏത്, അഡ്ജക്റ്റീവ് ഏത്, ഏതാണ് ക്രിയാവിശേഷണം, ഏതാണ് നാമാവിശേഷണം നിങ്ങൾക്കറിയാം. അപ്പോൾ ക്രിയാവിശേഷണങ്ങൾ ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. നിങ്ങൾ അതോടൊപ്പം തന്നെ പ്രത്യേകത നമ്മൾ മനസ്സിൽ വളരെ സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോഴും നിങ്ങൾക്ക് വാചകം എഴുതാൻ എളുപ്പമാവും. അത് പ്രത്യേകം ഇത് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്ത് നിർത്തി അത് ഒരു ഷീറ്റിൽ പ്രിൻ്റൊക്കെ എടുത്ത് എഴുതിയൊക്കെ പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ചധികം വട്ടം വായിച്ച് പഠിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതൊക്കെ LYയിൽ അവസാനിക്കുന്നതാണ്. അതായത് നാമാവിശേഷണത്തെ ക്രിയാവിശേഷണമാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി? നാമാവിശേഷണമായി വരുന്ന അല്ലെങ്കിൽ അഡ്ജക്റ്റീവായി വരുന്ന ഇംഗ്ലീഷ് പദത്തിനോടുകൂടി LY ചേർത്താൽ മതി. ഇതൊക്കെ എവിടെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ LY ചേർത്ത് വരുന്ന ക്രിയാവിശേഷണങ്ങളും എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നവയാണ് 99%. എന്തിനാണ്? എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നത്. അതായത് രീതിയെ കുറിക്കുന്ന ഒരു പ്രവൃത്തിയുടെ രീതിയെ കുറിക്കുന്ന ഇവയെല്ലാം എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. ഒറ്റവാക്കായുള്ള എല്ലാ ക്രിയാവിശേഷണങ്ങളും ഇങ്ങനെയായിരിക്കും. അപ്പോൾ 99% അപൂർവം ചിലര് മാറ്റേണ്ട കേട്ടാ. അതേതാ നിങ്ങൾ ജസ്റ്റ് 1-2 പോയിന്റായിട്ട് ചെയ്യാം. അപ്പോൾ നീറ്റ്ലി, കറേജിയസ്ലി, ഹോണസ്റ്റ്ലി, അപ്പോൾ LYയിൽ അവസാനിക്കുന്നതാണ്. നോക്കുക, വൃത്തിയായി, വീട് വൃത്തിയായി സൂക്ഷിച്ചു. ഞങ്ങളുടെ വേലക്കാരി വീട് വൃത്തിയായി സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ സൂക്ഷിച്ചു? വൃത്തിയായി. കണ്ട, ഭടന്മ ധീരമായി പോരാടി, ഭടന്മ ധൈര്യത്തോടെ പോരാടി, ധീരതയോടെ പോരാടി, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ കറേജിയസ് എന്നാണ് ധൈര്യമുള്ള, ധീരമായ എന്നുള്ളത്. കറേജിയസ് എന്തൊക്കെ ധീരതയോടെ, ധീരമായി എന്നൊക്കെ ആകുമ്പോൾ കറേജിയസ് LY. എങ്ങനെ പോരാടി? കണ്ട, ആ പോരാടിയ രീതി എന്ത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ധീരമായി. എങ്ങനെ പോരാടി? ധീരമായി. അപ്പോൾ അത് ക്രിയാവിശേഷം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ LY ചേർത്തുണ്ടാകുന്ന ഒറ്റവാക്കായ എല്ലാ ക്രിയാവിശേഷണങ്ങളും എങ്ങനെ എന്ന ചോദ്യോത്തരമായി വരുന്നവയാണ്. എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ആ രീതിയെ കുറിക്കുന്നതാണ്. അത് പ്രധാനപ്പെട്ട ഒരു ക്രിയാവിശേഷണമാണ്. അപ്പോൾ ഇതൊക്കെ രീതിയെ കുറിക്കുന്ന ക്രിയാവിശേഷണം ആണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ളതെല്ലാം ഏത് തരത്തിലെ ക്രിയാവിശേഷണമാണ് ആ വലതുഭാഗത്ത് കാണുന്നത്? എങ്ങനെ എന്ന ചോദ്യത്തിലുള്ള ഉത്തരം അഥവാ രീതിയെ കുറിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഇതിനെ പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്കൊരു സംശയം ചിലപ്പം വരും. എന്താണ്? ഈ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി വരുന്ന
ക്രിയാവിശേഷണങ്ങൾക്ക് എല്ലാം LYയിൽ അവസാനിക്കുന്നവയാണോ? അല്ല, അപൂർവം കുറച്ചുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാസ്റ്റ്, വേഗത്തിൽ എന്നാണ്. അപ്പോൾ വേഗത്തിൽ എന്നുള്ളത് നമുക്കറിയാം ക്രിയാവിശേഷണം. കാരണം വേഗത്തിലോടി, കുതിര വേഗത്തിലോടി. നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കുതിര വേഗത്തിലോടി, കുതിര വേഗത്തിൽ ഓടുന്നു. നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ക്രിയാവിശേഷണം പഠിപ്പിക്കുക? അതൊക്കെയാണ് എക്സാമ്പിളായി പതിവായിട്ട് പറയുന്ന. അപ്പോൾ വേഗത്തിൽ എന്നുള്ള ക്രിയാവിശേഷണം നമുക്കറിയാം. അതിന് ഫാസ്റ്റിലല്ല, ഫാസ്റ്റ്. അവൻ കഠിനമായി അധ്വാനിച്ചു. അപ്പോൾ കഠിനമായി അധ്വാനിച്ചു, കഠിനമായി എന്നുള്ള അധ്വാനിച്ചുവിൻ്റെ വിശേഷണമാണ് കഠിനമായി. അപ്പം എന്താണ് കഠിനമായി എന്നുള്ളത്? ക്രിയാവിശേഷണമാണ്, അഡ്വർബാണ്. അപ്പോൾ ആ അഡ്വർബ് ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ കഠിനമായി എന്നുള്ളത് ഹാർഡാണ്, ഹാർഡിലല്ല. അപ്പോൾ അതുപോലെ ആൽവേസ്, ഓഫൺ, അങ്ങനെയൊക്കെ ഒറ്റവാക്കൽ വളരെ അപൂർവത്തിൽ, വളരെ അത് കുറച്ചേ ഉള്ളൂ. കുറച്ച് ബൈ ഹാർട്ട് പഠിക്കാവുന്നുള്ള അതിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹൗ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന അഡ്വർബുകളെ കുറിച്ചാണ്. അതായത് LY ചേർത്തിട്ടുള്ളതാണ്. എന്നാൽ LY ചേർക്കാതെ മറ്റൊരു തരത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഇതേ സെറ്റിൽ വരുന്ന, ഇതേ ഗണത്തിൽ വരുന്ന ഒരു മറ്റൊരു തരം അഡ്വർബ് കുറിച്ച് നമുക്ക് പഠിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ING പാർട്ടിസിപ്പിൾ ഇല്ലേ നമ്മൾ, അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതിന് നമുക്ക് ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കാം. അത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഓർക്കണുണ്ട്. അത് നൗണായിട്ട് ഉപയോഗിക്കാമെന്ന് പഠിച്ചു. ING ഫോം നാമാവിശേഷണമായിട്ട് ഉപയോഗിക്കാമെന്ന് പഠിച്ചു. അതായത് അത് നൗണാണ്. അതുപോലെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അത് കൂടാതെ അത് അഡ്വർബായിട്ട് ഉപയോഗിക്കാം. ഈ ING ഫോം അതിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ING ഫോമിനും 5-6 അർത്ഥമുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ വളരെ നല്ലത്. ഇപ്പം നോക്കുകയെന്ന് വെച്ചാൽ പാടിക്കൊണ്ട്, പാടിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിയാവിശേഷണ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പാടിക്കൊണ്ട് സമയം ചിലവഴിക്കുന്നു. ആ പെൺകുട്ടി പാടിക്കൊണ്ട് മുറിയിലിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇരുന്നു? പാടിക്കൊണ്ട്. എങ്ങനെ സമയം ചെലവഴിക്കുന്നു? പാടിക്കൊണ്ട്. മനസ്സിലായേ? അപ്പം അത് ക്രിയാവിശേഷണമാണ്, അഡ്വർബാണ്. അത് എന്ന് വെച്ചാൽ ING ഫോം അഡ്വർബായിട്ട് ഉപയോഗിക്കാം. അപ്പം അതിൻ്റെ അർത്ഥം കൊണ്ട് എന്നുള്ള അർത്ഥം. ആ ക്രിയയുടെ കൂടെ കൊണ്ട് ചേർത്ത് പറഞ്ഞാൽ മതി. അത് രീതിയെ കുറിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള അഡ്വർബ് കുറിച്ച് പഠിക്കാം. അതായത് പ്രിപ്പോഷൻ ചേർത്തിട്ട് എങ്ങനെ നമുക്ക് അഡ്വർബുകൾ അഥവാ അഡ്വർബൽ ഫ്രേസുകൾ ഉണ്ടാക്കാം എന്ന് പഠിക്കാം. ശരിക്കും പ്രിപ്പോഷൻ ചേർക്കുമ്പോൾ ഫ്രേസോ ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പം എന്താണ് അഡ്വർബ് ഫ്രേസ് എന്നാണ് അതിനെ പറയുക. അങ്ങനെയുള്ളവ എങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാണ്. നമ്മൾ പ്രിപ്പോസിഷൻ എങ്ങനെയാണ്, എവിടെയാണ്, ഏതിനോടാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമുക്കറിയാം. അത് നൗണിനോടാണ് ചേർക്കുക, നൗണിൻ്റെ മുമ്പിലാണ് ചേർക്കുക. അപ്പോൾ ഒരു നൗണിൻ്റെ മുമ്പിൽ ഒരു പ്രിപ്പോസിഷൻ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അഡ്ജക്റ്റീവായിട്ട് അഡ്വർബായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അഡ്വർബ് ഫ്രേസിനൊക്കെ എന്ത് ചെയ്താൽ മതി? ഒരു നൗണിൻ്റെ മുൻപിൽ ഒരു പ്രിപ്പോസിഷൻ ചേർത്താൽ അത് അഡ്വർബ് ഫ്രേസ് ആയി. അതായത് അഡ്വർബിന് തുല്യമായ ഒരു കൂട്ടം വാക്കുകളായി എന്നർത്ഥം. ഇപ്പോൾ പ്രിപ്പോസിഷൻ പ്ലസ് നൗൺ, ഉദാഹരണം പറയുകയാണെങ്കിൽ നദി നൗണാണ്, നിങ്ങൾക്കറിയാം. റിവർ ഇംഗ്ലീഷ് പറയും. കുറുകെ എന്നുള്ളത് ഇംഗ്ലീഷ് അക്രോസ് പ്രിപ്പോസിഷൻ അറിയാം. അത് രണ്ടും കൂടി ചേർക്കുമ്പോൾ മലയാളത്തിൽ നദിക്ക് കുറുകെ എന്ന് പറയും. ഇംഗ്ലീഷിൽ എങ്ങനെയാണെങ്കിൽ അക്രോസ് റിവർ എന്നാണ് പറയുക. എന്താ പറയാ? ഇത് അക്രോസ് റിവർ. അപ്പോൾ റിവറിന്റെ മുൻപിലെ വന്നത് മനസ്സിലായ? അക്രോസ് റിവർ എന്ന് പറയുമ്പോൾ എവിടെ വന്നത്? ഈ റിവറിന്റെ മുന്നിൽ അല്ല, റിവറാണ് നൗൺ, അതിന് മുമ്പിൽ. അത്രയുള്ള സിമ്പിൾ. ഇനിയിപ്പോൾ നോക്കുക, ഈ നൗണിന്
അജക്റ്റീവ് കൊണ്ട് വിശേഷിപ്പിച്ചെന്ന് വിചാരിക്കുക. നൗണിനെ അജക്റ്റീവ് കൊണ്ട് വിശേഷിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നൗൺ ഫ്രേസ് ആണെങ്കിൽ എവിടെയാണ് പ്രിപ്പോസിഷൻ വെക്കാൻ നമ്മൾ പഠിച്ചു, ആ നൗൺ ഫ്രേസിന് മുമ്പിൽ. അങ്ങനെ പഠിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ വെക്കുക, അജക്റ്റീവ് വെക്കുക, അത് കഴിഞ്ഞിട്ട് നൗൺ വെക്കുക. അങ്ങനെ പഠിച്ചാലും മതി. അപ്പൊ എങ്ങനെയാണ് ഈ നൗണിനെ അജക്റ്റീവ് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രിപ്പോസിഷൻ വെക്കുക? ആദ്യം പ്രിപ്പോസിഷൻ വെക്കുക, അത് കഴിഞ്ഞിട്ട് അജക്റ്റീവുകൾ എഴുതുക, അത് കഴിഞ്ഞിട്ട് നൗൺ എഴുതുക. അജക്റ്റീവുകൾ എന്ന് വെച്ചാൽ നാമവിശേഷണം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആദ്യം വിഭക്തിയ പ്രിപ്പോസിഷൻ വെക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് വെക്കണം? നാമാവിശേഷണം, അത് അജക്റ്റീവ് വെക്കുക, അത് കഴിഞ്ഞിട്ട് അറ്റൊടുവിൽ നൗൺ വെക്കുക. അങ്ങനെയാണ് വേണ്ടത്. നോക്കാച്ച വീതിയുള്ള നദി. അപ്പോൾ നദിക്കൊരു വിശേഷണമുണ്ട്, വീതിയുള്ള, അല്ലേ? വീതിയുള്ള നദി. അതിനോട് കൂടിയിട്ട് കുറുകെ എന്ന് ചേർക്കണം വിചാരിക്കുക. അപ്പോൾ നീളമുള്ള നദിക്ക് കുറുകെ അങ്ങനെ വരുമല്ലോ ചേർത്ത് കഴിഞ്ഞാൽ. പക്ഷെ അപ്പോൾ വീതിയുള്ള നദി എന്നുള്ളത് വൈഡ് റിവർ, അക്രോസ് എന്നുള്ളതാണ് കുറുകെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കുക? അക്രോസ് കഴിഞ്ഞിട്ട് വൈഡ്, അത് അജക്റ്റീവ്, അത് കഴിഞ്ഞിട്ട് നൗൺ റിവർ. അപ്പൊ അക്രോസ് വൈഡ് റിവർ അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ കുറെ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ബൈ ഹാർട്ടാവും. മനസ്സിലായ? അതായത് ഫിഷർമാൻ സ്വിമ്മിഡ് അക്രോസ് ദ റിവർ എന്ന് പറഞ്ഞു. മീൻപിടുത്തക്കാരൻ നദിക്ക് കുറുകെ നീന്തി, നീന്തുന്നു എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ സ്വിം അക്രോസ് വൈഡ് റിവർ എന്ന് പറഞ്ഞാലോ, ഫിഷർമാൻ ഈ നദിക്ക് കുറുകെ, നീളമുള്ള നദിക്ക് കുറുകെ നീന്തുന്നു. അപ്പോൾ രണ്ടും എന്താണ്? എവിടെ നീന്തുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. അവ നദിക്ക് കുറുകെ എന്ന് പറഞ്ഞാലും നീളമുള്ള നദിക്ക് കുറുകെ എന്ന് പറഞ്ഞാലും അവ രണ്ടും എന്താണ്? ക്രിയാവിശേഷനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കുറെ എണ്ണം നമുക്ക് എഴുതുമ്പോൾ, അതിങ്ങനെ കുറെ എണ്ണം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ബൈ ഹാർട്ടാവും. അത് നല്ലത്. അത് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അത് മാഞ്ഞു മനസ്സിൽ നിന്ന് പോകില്ല. അങ്ങനെ ചെയ്യുക. ഓക്കെ. ഇനി മറ്റൊരു തരത്തിലുള്ള അഡ്വർബിനെ കുറിച്ച് പഠിക്കുക. ഉപാധിയെ അല്ലെങ്കിൽ ഉപകരണത്തെ കുറിക്കുന്ന അഡ്വർബുകൾ. എന്തുകൊണ്ട് ചെയ്തു, എന്ത് ഉപകരണം ഉപയോഗിച്ച്, ഉപാധി ഉപയോഗിച്ച്, അതിൽ വരുന്നതാണിത്. നോക്കുക, ഉപകരണത്തെ കുറിക്കുന്ന അഡ്വർബുകൾ. പേന പ്ലസ് കൊണ്ട്, പേന കൊണ്ട്, അല്ലേ? അത് എഴുതുക പെൻ പ്ലസ് പെൻ. പേനയ്ക്ക് പെന്നാണ്, കൊണ്ട് എന്നുള്ളതിന് വിത്താണ്. അത് പേന കൊണ്ട് എഴുതുമ്പോൾ പ്രിപ്പോസിഷൻ ഇംഗ്ലീഷിൽ ഫ്രണ്ടിൽ വയ്ക്കുന്നറിയാം, വിത്ത് പെൻ. മഷിക്ക് ഇങ്ക്, ഇന്ന് ഇന്ന്, മഷിയിൽ ഇൻ ഇങ്ക്. ബ്രഷ് പ്ലസ് കൊണ്ട്, ബ്രഷ് കൊണ്ട് നമുക്കറിയാം. ബ്രഷ് വിത്ത് കൊണ്ട് എന്നുള്ള വിത്ത് എന്നറിയാം. വിത്ത് ബ്രഷിൻ്റെ മുമ്പിലേക്ക് വൃത്ത് ബ്രഷ്. രാമൻ പ്ലസ് ആൽ, രാമനാൽ. രാമൻ എന്നുള്ളതിന് നമുക്കറിയാം, ആൽ എന്നുള്ളതിന് ബൈ. അപ്പോൾ രാമനാൽ എന്നുള്ളതിന് ബൈ അവിടെ വയ്ക്കും, രാമൻ്റെ മുമ്പിലേക്ക് ബൈ രാമ. ശത്രു പ്ലസ് ആൽ, ശത്രുക്കൾ പ്ലസ് ആൽ, ശത്രുക്കളാൽ. എനിമീസ്, ആൽ എന്നുള്ളതിന് ബൈ. അപ്പോൾ ശത്രുക്കളാൽ എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ അവിടെ വയ്ക്കണം, ഫ്രണ്ടിൽ വയ്ക്കണം. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു തന്നു ഇല്ലേ, ബൈ എനിമീസ്. ഓക്കെ. ഇതാണ് നമുക്ക് മറ്റൊരു തരം. ഇതുപോലെ സ്ഥലത്തെ കുറിക്കുന്ന അഡ്വർബുകളുണ്ട്. എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നവ. അതും ഈ പ്രിപ്പോസിഷൻ ഫ്രേസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഭൂരിഭാഗവും തയ്യാറാക്കുക. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ അഭ്യാസങ്ങളായി തരം നിങ്ങളിത് ചെയ്ത് പഠിച്ച് ഉറപ്പിക്കുക. അല്ലാണ്ട് നമ്മൾ കുറേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നോക്കുക, ഒന്ന് ഗ്രാമം പ്ലസ് ഇൽ, ഗ്രാമത്തിൽ. നമുക്കറിയാം ഗ്രാമത്തിൻ്റെ കൂടെ ഇൽ ചേർന്ന ഗ്രാമത്തിൽ എന്നാവുന്നു. ഗ്രാമം എന്നുള്ളതിന് വില്ലേജാണ്, ഇൽ എന്നുള്ളതിന് ഇന്നാണ്, ഗ്രാമത്തിൽ എന്നുള്ളതിന് ഇൻ വില്ലേജ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അധികം വിശദീകരിക്കുന്നില്ലേ. പട്ടണം പ്ലസ് ഇൽ, പട്ടണത്തിൽ. അപ്പോൾ പട്ടണം എന്നുള്ള സിറ്റിയാണ്, ഇൽ എന്നുള്ള ഇന്നാണ്, പട്ടണത്തിൽ നിന്നുള്ള ഇൻ സിറ്റി. അത് ഒരു വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. കൊമ്പ് പ്ലസ് മേൽ, കൊമ്പിന്മേൽ. കൊമ്പ് എന്നുള്ളതിന് ബ്രാഞ്ച്, മേൽ എന്നുള്ളതിന് ഓണ്, കൊമ്പിന്മേൽ ഓൺ ബ്രാഞ്ച്, കൊമ്പന്മേൽ. മതിൽ വോൾ, മേൽ ഓൺ, മതിലിന്മേൽ ഓൺ വോൾ. കാരണം ഒക്കെ നൗണിൻ്റെ മുൻപിലാണ് പ്രിപ്പോസിഷൻ വയ്ക്കാൻ നമുക്കറിയാം. അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ സ്ഥലത്തെ കുറിക്കുന്ന അഡ്വർബുകൾ ആണ്. ഇതുപോലെ സമയത്തെ കുറിക്കുന്ന അഡ്വർബുകളുണ്ട്.
ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോൾ രാത്രിയിൽ എന്ന് പറയില്ലേ, നൈറ്റ് ഇന്നുള്ളതിന് അറ്റ്, അപ്പോൾ രാത്രിയിൽ അറ്റ് നൈറ്റ്, അങ്ങനെയുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സ്ഥലത്തെ കുറിക്കുന്നതിന് വേറെ ഉണ്ട് കേട്ടോ. അതായത് എവിടെ നിന്ന് എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെ നിന്ന്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഇല്ലേ, അപ്പോൾ വരുന്നതിൻ്റെ വിശേഷണമാണ് എവിടെ നിന്നുള്ളത്. അപ്പോൾ ഞാൻ ഗ്രാമത്തിൽ നിന്ന് വരും. ഗ്രാമത്തിൽ നിന്ന് എങ്ങനെ എഴുതുക? ഗ്രാമം എന്നുള്ളതിന് വില്ലേജ്, നിന്നുള്ളതിന് ഫ്രം. അപ്പോൾ ഗ്രാമത്തിൽ നിന്നുള്ള എങ്ങനെ എഴുതാം? ഫ്രം വില്ലേജ്. പട്ടണത്തിൽ നിന്ന്, പട്ടണം എന്നുള്ളതിന് സിറ്റി, നിന്നുള്ളതിന് ഫ്രം. പട്ടണത്തിൽ നിന്ന് എങ്ങനെ പറയാം? ഫ്രം സിറ്റി, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഓഫീസിൽ നിന്ന് എങ്ങനെ പറയാം? ഓഫീസ്, ഫ്രം ഓഫീസ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് ഞാൻ എക്സാമ്പിൾ തരാം, നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ എവിടേക്ക് പോയി? പട്ടണത്തിലേക്ക് പോയി, അല്ലെങ്കിൽ തലസ്ഥാനത്തേക്ക് പോയി, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അല്ലെ, സ്കൂളിലേക്ക് പോയി, ഓഫീസിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറയാം അല്ലെ. എവിടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓഫീസിലേക്ക് തന്നെ പറയാം. ഓഫീസ് എന്നുള്ളതിന് പറയാം ഓഫീസ്, ലേക്ക് എന്നുള്ളതിന് ടു എന്ന് പറയാം. അപ്പോൾ ഓഫീസിലേക്ക് ടു ഓഫീസ്. അതൊക്കെ അഡ്വർബുകളാണ്, ഒക്കെ സ്ഥലത്തെ കുറിക്കുന്ന അഡ്വർബുകളാണ്. അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കുറേ എക്സാമ്പിൾ ഞാൻ തരാം, അതൊക്കെ ചെയ്ത് പഠിച്ച് ഉറപ്പിക്കുക, അത് മതി. ഇപ്പോൾ സമയത്തെ കുറിക്കുന്നത് എത്ര മണിക്ക്, എപ്പോൾ, ഉച്ചയ്ക്ക്. എപ്പോൾ ഊണ് കഴിച്ചു? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. ആ ഉച്ചയ്ക്ക് എന്നുള്ളത് എന്താണ്? അത് നമുക്കറിയാം, അഡ്വർബാണ്. എപ്പോൾ ചോദിക്കുന്നത് അഡ്വർബാ. നൂൺ, അപ്പോൾ ഉച്ചയ്ക്ക് അറ്റ് നൂൺ. അവിടെ ഇൻ നൂൺ, അറ്റാണ് വരിക കേട്ടോ. അറ്റ് എന്ന് പറഞ്ഞാൽ ക്ക് എന്ന അർത്ഥത്തിൽ, സമയത്തിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ അറ്റിന് ക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. എന്താ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് മലയാളത്തിൽ, അങ്ങനെയല്ലേ. രാത്രിക്ക് എന്ന് പറയും നമ്മൾ, ഇല്ല, രാത്രിയിൽ എന്ന് പറയാ. ഉച്ചയിൽ എന്ന് പറയും, ഉച്ചയ്ക്ക് എന്ന് പറയാം. എന്താ അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മളങ്ങനെ ശീലിച്ചു പോയി, അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. നമ്മുടെ ഉച്ചാരണ സുഖം, ആ ഒരു സുഖത്തിന് വേണ്ടി നമ്മളങ്ങനെ പരിചയിച്ച് അങ്ങനെ. അതിലെന്തുകൊണ്ട് അത് ശരി? രാത്രിയിൽ നല്ല വെക്കണം, ഇല്ലല്ലേ ചേർക്കണം, ഉച്ചയിൽ നല്ല ചോദിച്ചാൽ നമ്മൾ കുടുങ്ങും. അതേപോലെയുള്ള. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എന്നുള്ളതിന് അറ്റ് നൂൺ എന്ന് പറയാം, അറ്റ് നൂൺ. ടൈമൊക്കെ പറയുമ്പോൾ അറ്റാണ് വയ്ക്കുക, ടു അല്ല വയ്ക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് കാരണം ഇതാണ്, അവരങ്ങനെയാണ് ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളത്, അത്രയേ ഉള്ളൂ. നമ്മൾ ഇല്ലും വയ്ക്കും, കീവും വയ്ക്കും, അവർ ഇല്ല് മാത്രമേ വയ്ക്കുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരുന്നാൽ മതി. പ്രഭാതത്തിൽ എങ്ങനെ വയ്ക്കുക? പ്രഭാതം, മോർണിംഗ്. ഇന്നുള്ളതിന് ഇൻ. പ്രഭാതത്തിൽ എങ്ങനെ വരെ? ഇൻ മോർണിംഗ്. അറിയാലോ, അത് പഠിക്കാം. അതുപോലെ എപ്പോൾ മുതൽ എന്നൊരു ചോദ്യം വിചാരിക്കുക, ഞാൻ പറഞ്ഞെന്നുള്ളതാണ്. എപ്പോൾ മുതൽ എന്നുള്ളത്, എപ്പോൾ മുതൽ എന്നുള്ളത് ക്രിയാവിശേഷണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എപ്പോൾ മുതൽ എങ്ങനെ വയ്ക്കുക? രാവിലെ മുതൽ എങ്ങനെ വയ്ക്കുക? മുതൽ എന്നുള്ളതിന് ഫ്രം ആണ്. അപ്പോൾ എങ്ങനെ വയ്ക്കുക? രാവിലെ എന്നുള്ള മോർണിംഗ്, രാവിലെ മുതൽ, ഫ്രം മോർണിംഗ്. മനസ്സിലായ? അതായത് മോർണിംഗ് എന്ന നൗണ്ട് മുമ്പിൽ വയ്ക്കുക. അപ്പോൾ അങ്ങനെ കുറേ എഴുതി പറ്റും. പിന്നെ എത്രത്തോളം സമയം, എത്രത്തോളം, 8 മണിക്കൂറോളം. 8 മണിക്കൂറിനുള്ളത് 8 hours. 8 മണിക്കൂറിനുള്ളതിന് 8 hours. ഓളം എന്നുള്ളതിന് 4. 8 മണിക്കൂറോളം, 8 hours. എത്ര സമയത്തിനുള്ളിൽ? 2 മണിക്കൂറിനുള്ളിൽ എന്ന് പറയാൻ വിചാരിക്കുക. 2 മണിക്കൂർ പ്ലസ് ഉള്ളിൽ, ഇൽ. അപ്പോൾ 2 മണിക്കൂർ ഉള്ളിൽ എന്നുള്ളതിന്, അല്ലെങ്കിൽ ഇന്നുള്ളതിന് ഇന്നാന്നറിയാം. 2 മണിക്കൂറിനുള്ളിൽ എങ്ങനെ പറയാ? ഇൻ 2 hours. 2 hours 2 മണിക്കൂർ. എന്നുള്ളതിന് ഇൻ. 2 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഇൻ 2 hours. മനസ്സിലായി? അത് അഡ്വർബാണ്. ഇങ്ങനെ കുറച്ച് അഡ്വർബുകൾ നിങ്ങൾ എഴുതി പഠിക്കുക, ഞാൻ അഭ്യാസം തരും. അപ്പോൾ എഴുതി പഠിച്ച് ഉറപ്പാക്കിയാൽ മതി. സമയം വെറുതെ കളയുന്നതിൽ അർത്ഥമില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും എഴുതി കാണിക്കാത്തത്. ക്ഷമിക്കണം. ഇനി നമുക്ക് ലക്ഷ്യത്തെ കുറിക്കുന്ന ചില അഡ്വർബുകളെ കുറിച്ച് പഠിക്കാം. ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശ്യം എന്നൊക്കെ പറയില്ലേ, നമ്മൾ പർപ്പസ് ഇംഗ്ലീഷിൽ പറയും. അത്തരം അഡ്വർബുകളെ കുറിച്ച് പഠിക്കാം നമുക്ക്. പണത്തിന് വേണ്ടി,
പണത്തിന് വേണ്ടി അഭിനയിക്കുന്നു, പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, പണത്തിന് വേണ്ടി കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി പണത്തിന് വേണ്ടി അല്ലേ? ആ പ്രത്യേകതയാണ് ആ പ്രവൃത്തികളുടെ, ആ ക്രിയകളുടെ. അതുകൊണ്ട് അവയ്ക്ക് എന്താ ക്രിയാവിശേഷങ്ങളാണ് നമുക്കറിയാം. പണം എന്നുള്ളതിന് മണി, വേണ്ടി എന്നുള്ളതിന് ഫോർ. ഇങ്ങനെയാണെങ്കിൽ പണത്തിന് വേണ്ടി എന്നുള്ളതിന് എന്തായിരിക്കും? ഫോർ മണി. ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയും ഇല്ലേ? അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണം എന്നുള്ളതിന് ഫുഡ്, വേണ്ടി എന്നുള്ളതിന് ഫോർ. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി എന്നുള്ളതിന് എന്താ വരിക? തിനു, ഭക്ഷണത്തിന് വേണ്ടി. തിനു വേണ്ടി എന്നുള്ളതിന് എന്താ വരിക? ഫോർ ഫുഡ്. മനസ്സിലായി? അതായത് ഫുഡിന് മുമ്പിൽ ഫോർ വെച്ചു. അതുപോലെ മറ്റൊന്നാണ് കാരണത്തെ കുറിക്കുന്നവ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്ന കാരണം ആണ്. നശിച്ചു, കൃഷി നശിച്ചു. എന്താ കാരണം? മഴ. ഇത് വളർച്ച മൂലം അല്ലെങ്കിൽ മഴ മൂലം എന്നൊക്കെ പറയില്ലേ നമ്മൾ? അപ്പൊ അത് ആ പ്രവൃത്തി ഇത് കാരണം എന്തായിരുന്നു? മഴ അല്ലെങ്കിൽ വരൾച്ച. അങ്ങനെ കാരണമായിട്ട് വരുമ്പോൾ നമ്മൾ പറയാ മഴ മൂലം എന്ന് പറയില്ല. മഴയ്ക്കുള്ള റെയിൻ, മൂലം എന്നുള്ളതിന് ഓവിങ് ടു. ആ ഓവിങ് ടു. അപ്പോൾ മഴ മൂലം എന്ന് പറയും ഓവിങ് ടു. ഓവിങ് ടു എന്നുള്ളത് ഒരുമിച്ച് ഈ രണ്ടും കൂടി ചേർന്നത് ചിലപ്പോൾ ഒരു കൂട്ടായിട്ടുള്ള വാക്കുകൾ ചേർന്ന് ഒരു പ്രിപ്പോസിഷൻ പോലെ പ്രവർത്തിക്കും. അപ്പൊ അത് പ്രിപ്പോസിഷന് തുല്യമാണ്. അത് അത്തരം പ്രിപ്പോസിഷൻ്റെ പട്ടിക ഞാൻ അവസാനത്തിൽ കൊടുക്കാം. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. അതായത് ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളൊക്കെ ചേർന്ന് ഒരു പ്രിപ്പോഷൻ ചെയ്യുന്ന ജോലി ചെയ്യുക. ആ പ്രിപ്പോഷൻ തുല്യമായി പ്രവർത്തിക്കുക. അപ്പൊ അത്തരം ഒരു ഫ്രേസൽ പ്രപ്പോഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ അത്തരം പ്രപ്പോഷൻ ലിസ്റ്റ് തരാം. ഒരു കുറച്ചെണ്ണം ഉള്ളൂ, അത് ഒരു 10-20 താഴെയുള്ളൂ. അപ്പൊ അത് പഠിച്ചാൽ മതി ബൈ ഹാർട്ട്. അപ്പൊ അതിന് വലിയ വിഷയം. അതായത് പ്രപ്പോഷൻ്റെ അതേ ഡ്യൂട്ടി ചെയ്യുക, അതേ ധർമ്മം നിർവഹിക്കുക. മനസ്സിലായി? അത്രയേ ഉള്ളൂ. അപ്പൊ അതിന് ലിസ്റ്റ് പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് തരാം. വരൾച്ച മൂലം. വരൾച്ച എന്നുള്ള ഡ്രോട്ട്, മൂലം എന്നുള്ളതിന് ഓവിങ് ടു. വരൾച്ച മൂലം എങ്ങനെ എഴുതാം? ഓവിങ് ടു റെയിൻ. അതൊക്കെ എടുത്തു. ഇനി നമ്മൾ പറയില്ലേ ആരെ പറ്റി, എന്തിനെ പറ്റി എന്നൊക്കെ പറയില്ലേ? ഒരു കാര്യം പറഞ്ഞു ആരെ പറ്റി പറഞ്ഞു? ഒരു കാര്യം കേട്ടു. അത് ആരെ പറ്റിയാണെങ്കിൽ അത് കേട്ടു, ആരെ പറ്റി. അപ്പൊ കേട്ടുവിന്റെ പ്രത്യേകത ആരെ പറ്റി, എന്തിനെ പറ്റി. അപ്പൊ അതും അഡ്വർബാണ്. പെട്ടെന്ന് തോന്നും അഡ്വർബ് അല്ല, പക്ഷെ അഡ്വർബാണ്. അപ്പൊ അതൊക്കെ കാരണം ഞാൻ ഈ ലിസ്റ്റ് തരുന്നത്. ആ ലിസ്റ്റ് പഠിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർബിനെ കുറിച്ച് പിന്നെ സംശയം ഉണ്ടാവില്ല. അപ്പോൾ ഗാന്ധിജിയെ പറ്റി, ഗാന്ധിജി പ്ലസ് പറ്റി, ഗാന്ധിജിയെ പറ്റി. ഗാന്ധിജികളിൽ നമുക്കറിയാം പേരാണ്, ഗാന്ധിജി നൗണാണ്. പറ്റി എബൌട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിയെ പറ്റി എന്നുള്ളതിന് പറയാം എബൌട്ട് ഗാന്ധിജി. എബൌട്ട് ഗാന്ധിജി. എബ്രഹാം ലിങ്കനെ പറ്റി. നിങ്ങൾ എബ്രഹാം ലിങ്കനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചോദിക്കില്ലേ? അപ്പോൾ എബ്രഹാം ലിങ്കൻ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആരെ പറ്റി? എബ്രഹാം ലിങ്കനെ പറ്റി. ആ ക്രിയയുടെ വിശേഷതയാണ് എന്തെങ്കിലും ആരെ പറ്റി? എബ്രഹാം ലിങ്കനെ പറ്റി. അപ്പോൾ അങ്ങനെ പറയാം. എബ്രഹാം ലിങ്കൺ എന്നുള്ളത് നമുക്ക് അറിയാൻ പ്രത്യേകിച്ച് വിഷയം ആവശ്യമില്ല. പറ്റിയതുള്ള എബൌട്ടാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആ പ്രൊപ്പോസിഷൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എബ്രഹാം ലിങ്കനെ പറ്റി എന്നുള്ളത് എങ്ങനെയാ വരിക? എബൌട്ട് എബ്രഹാം ലിങ്കൻ. അപ്പോൾ എന്തിനെ പറ്റി, എന്തിനെ കുറിച്ച്, അതേപോലെ അപകടത്തെക്കുറിച്ച് എന്ന് പറയാം. നിങ്ങൾ അല്ലെ വാർത്തയെക്കുറിച്ച് കേട്ടോ അങ്ങനെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ അതാണ് പറയുന്നത് അപകടത്തെക്കുറിച്ച്. അപകടം എന്നുള്ള ആക്സിഡൻറ്റ് കുറിച്ച് എന്നുള്ളതിന് എബൌട്ട്, അപകടത്തെക്കുറിച്ച് എന്നുള്ളപ്പോൾ എന്ത് വരും? എബൌട്ട് ആക്സിഡൻറ്റ്. അതുപോലെ വാർത്തയെക്കുറിച്ച്, വാർത്ത നമുക്ക് ന്യൂസ്, അതിൻ്റെ പ്രൊപ്പോഷൻ കുറിച്ച് എന്നുള്ളത് നമുക്കറിയാം എബൌട്ട്. വാർത്തയെക്കുറിച്ച് തന്നെ പറയാം. ന്യൂസിന് മുമ്പിലേക്കാണ് നമ്മൾ പഠിക്കുക എബൌട്ട് ന്യൂസ്. ഇതുപോലെ കുറച്ചുണ്ട് നമ്മൾ പഠിക്കാനുണ്ട്. വേറൊരു ടൈപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇനി മറ്റ് ചില നാമവിശേഷണങ്ങളിൽ തെറ്റി ക്രിയാവിശേഷണങ്ങളാണ്. എന്തിനോടൊപ്പം, എന്തുമായി എന്നുള്ളത് അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരുന്നതാണ്. നായ പ്ലസ് ഒപ്പം, നായക്കൊപ്പം. കണ്ടോ? ഡോഗ് ഒപ്പത്തിൻ്റെ വിത്താണ് വിത്ത് ഡോഗ്. സാക്ഷ്യപത്രങ്ങൾക്ക് സഹിതം, സാക്ഷ്യപത്രങ്ങൾ സർട്ടിഫിക്കറ്റ് സഹിതം എന്നുള്ളതിന്
വിത്ത്, സാക്ഷ്യപ്പെടുത്തൽ സഹിതം വിത്ത് സർട്ടിഫിക്കറ്റ്. കണ്ട, നിങ്ങൾ ചേഞ്ച് ചെയ്യണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ മറ്റൊന്നാണ് ആരിൽ നിന്ന് എന്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ്, ആരിൽ എന്തിൽ എന്നൊക്കെ അർത്ഥം. ആരിൽ അല്ലെങ്കിൽ എന്തിൽ. ദൈവത്തിൽ നമ്മൾ പറയില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിന്റെ പ്രത്യേകത ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് ദൈവം പ്ലസ് ഇൽ, ദൈവത്തിൽ അല്ല, ദൈവം എന്നുള്ളതിന് ഗോഡ്, ഇൽ എന്നുള്ളതിന് ഇൻ, ദൈവത്തിൽ തന്നെ ഇൻ ഗോഡ്. രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയം പ്ലസ് ഇൽ, രാഷ്ട്രീയത്തിൽ. അപ്പോൾ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സ്, ഇൽ എന്നുള്ളതിന് ഇൻ, അപ്പോൾ ഇൻ പൊളിറ്റിക്സ്. മറ്റൊന്നാണ് ആരിൽ നിന്ന് എന്തിൽ നിന്ന്. അമ്മാവനിൽ നിന്ന്, എനിക്കൊരു സമ്മാനം അമ്മാവനിൽ നിന്ന് കിട്ടി. ആരിൽ നിന്ന്? അമ്മാവനിൽ നിന്ന്. അപ്പൊ ആ കിട്ടിയതിന്റെ പ്രത്യേകതയാണ് ആരിൽ നിന്ന്, അല്ലേ? അപ്പൊ ആരിൽ നിന്ന് എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. അതാണ് ഫ്രം അങ്കിൾ. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് ഫ്രം ഫ്രണ്ട്സ്. വെള്ളത്തിൽ നിന്ന് ഫ്രം വാട്ടർ. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ കുറേ എഴുതി പഠിച്ചാൽ അവർക്ക് കുറെ എക്സാംസ് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഈ നൗൺ ഫ്രേസിന്റെ കൂടെ പ്രപ്പോസിഷൻ വെക്കേണ്ടത് പറഞ്ഞു തന്നു. അതിൻ്റെ ഉദാഹരണം കുറച്ച് തരാം, അത് നിങ്ങൾ എഴുതണം. നമ്മൾ ഈ ശൃംഖലയായിട്ടുള്ള ക്രിയാവിശേഷങ്ങളുണ്ട്, ശൃംഖലയായിട്ടുള്ള നാമാവിശേഷങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ ശൃംഖലയായിട്ടുള്ള ക്രിയാവിശേഷണങ്ങളും ഉണ്ട്. അത് നമുക്കൊന്ന് പഠിക്കാം. ഇനി നമുക്ക് ചെയിൻ ലൈക്ക് അഡ്വർബിനെ കുറിച്ച് പഠിക്കാം. ഒരു ശൃംഖല പോലെ, ചങ്ങല പോലെ നീണ്ട അഡ്വർബിനെ കുറിച്ച്. അത്തരം അജക്റ്റീവിനെ കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ഈ അജക്റ്റീവിന് ചെയിൻ ലൈക്ക് അജക്റ്റീവ് ഫ്രേസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും വ്യത്യാസമൊന്നുമില്ലേ? അതെങ്ങനെ എഴുതണം? അതേപോലെ തന്നെ ഇതേ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിൻ്റെ അതേ നിയമങ്ങൾ പാലിച്ചാൽ മതി. എങ്കിലും ഒരെണ്ണം നമുക്ക് ഒരു ഉദാഹരണം എന്ന നിലയിൽ ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട് സഹായിക്കുന്ന നിലയിൽ ഞാൻ പറയുന്നെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ പറയും ബെഞ്ചിമേൽ എന്നുള്ളത് ക്രിയാവിശേഷണ, അല്ലേ? സംശയം ഇപ്പം തീർന്നില്ല നിങ്ങൾക്ക്? ഇപ്പോഴും തീർന്നിട്ടില്ലേ? കാരണം എവിടെ ഇരുന്നു ചോദിച്ചു, എവിടെ ഇരുന്നു? ബെഞ്ചിമേൽ. അപ്പോൾ ആ ഇരുന്നു എന്നൊരു പ്രത്യേകതയല്ലേ ക്രിയാവിശേഷണം എന്നറിയാം. അപ്പോൾ ഓൺ ദ ബെഞ്ച് എന്ന് പറഞ്ഞ ക്രിയാവിശേഷണം അറിയാം. അത് പഠിച്ചു. ബെഞ്ചിന്മേൽ എന്ന് പറയുമ്പോൾ ബെഞ്ചിന്റെ മുമ്പിൽ ഓൺ വയ്ക്കാൻ നമ്മൾ പഠിച്ചു, ഓൺ ദ ബ്ര. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നൗണിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ദാ വെക്കണം ഇംഗ്ലീഷിൽ. മലയാളത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. ആ സന്ദർഭം കൊണ്ടോ വിശേഷണം കൊണ്ടോ ഒരു പ്രത്യേക നൗണാണെന്ന് വരുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദാ വെക്കണം. അപ്പോൾ ഓൺ ദ ബെഞ്ചാണ് ദാ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓൺ ദ ബെഞ്ച് എന്നൊരു ക്രിയ അഡ്വർബ് എന്നറിയാം. ഫസ്റ്റിലത്തേൽ ആ ബെഞ്ചിന് വിശേഷണമൊന്നുമില്ല. രണ്ടാമത്തെ നോക്കുക, വരാന്തയിലുള്ള ബെഞ്ചിന്മേൽ. ആ ബെഞ്ചിന്മേലാണ് ഇരുന്നത്. ആ ബെഞ്ചിന് വിശേഷം എവിടെയുള്ള, ആ ബെഞ്ചിന്റെ പ്രത്യേകതയാണ് എവിടെയുള്ള ബെഞ്ച്. അപ്പോൾ ആ ബെഞ്ച് എന്ന നൗണിന്റെ പ്രത്യേകത അഡ്ജക്റ്റീവാണ് നമുക്കറിയാം. വരാന്തയിലുള്ള, ആ വരാന്തയിലുള്ള, ഓൺ ദ വരാന്ത, വരാന്തയിലുള്ള നമ്മൾ പഠിച്ചു. ഉള്ള എന്നുള്ള ഇല്ലേ? വരാന്തയിലുള്ള, വരാന്തയിൽ മേലുള്ള എന്നർത്ഥം. പുറം ഭാഗത്തായ കാരണം മേലുള്ള എന്നറിയാം. വരാന്തയിലുള്ള വരാന്തയിലെ മേലുള്ള എന്നർത്ഥം. ഓൺ ദ വരാന്ത നമുക്കറിയാം, ഓൺ ദ വരാന്ത. അപ്പൊ ഇത് ബെഞ്ചിന്റെ വിശേഷണമായ കാരണം അത് പ്രിപ്പോസിഷനായിട്ടുള്ള വിശേഷണമാണ്. പ്രിപ്പോസിഷനായിട്ട് ചേർന്നുള്ള വിശേഷണം എപ്പോഴും നൗണിന്റെ എവിടെയാണ് വെക്കുക? നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതിന്റെ ബാക്കിലാണ് വെക്കുന്നത്. ഓൺ ദ ബെഞ്ച്, ഈ ബെഞ്ചിന്റെ വിശേഷണമാണ് വരാന്ത. വരാന്ത അതിന്റെ ബാക്കിൽ വരണം. നമ്മൾ മലയാളത്തിൽ നോക്കി അതിന് മുമ്പിലാണ് വരിക. പക്ഷെ ഇംഗ്ലീഷ് കാരണം ഇതിന്റെ അടുത്ത് ബെഞ്ചിന്റെ വിശേഷം അതിന് മുമ്പിൽ. ഇനി ഇതില് ഈ വരാന്തയ്ക്ക് വിശേഷം അതിന്റെ മുമ്പിലെ വരെ നമ്മൾ പഠിച്ചു. ഈ റിവേഴ്സ് ഓർഡറിലാണ്. ഓൺ ദ ബ്രഞ്ച്, ഓൺ ദ വരാന്തയിലുള്ള. അപ്പൊ അർത്ഥം എടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ വരാന്തയിലുള്ള ബെഞ്ചിന്മേൽ, അങ്ങനെയാണ് അർത്ഥം എടുക്കേണ്ടത്. അതുകൊണ്ട് ബെഞ്ചിന്മേൽ, വരാന്തയിൽ മേൽ അങ്ങനെയല്ല, വരാന്തയിൽ മേലുള്ള ബെഞ്ചിന്മേൽ, ബാക്കിൽ നിന്ന് അർത്ഥം എടുക്കണം കേട്ടോ. ആ വീടിന്റെ വരാന്തയിലുള്ള ബെഞ്ചിന്മേൽ എന്നാകുമ്പോ ഈ ബെഞ്ചിനൊരു വിശേഷണം വരാന്തയിലുള്ള, വരാന്തയ്ക്ക് ഒരു വിശേഷണം ഉണ്ട്. ഏതാ? വീടിന്റെ വരാന്ത, വരാന്തയുടെ വിശേഷണമാണ്. ആ വീടിന്റെ എന്നുള്ളതിന് ഓഫ് ഹൗസ് പ്രിപ്പോസിഷൻ ചേർന്നിട്ടുള്ളതാണ്. പ്രിപ്പോസിഷൻ ചേർന്നിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ്
ഇത് ഓഫ് ദ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരാന്തയുടെ വിശേഷണമാണ്. വരാന്ത നൗണാണ്. നൗണിൻ്റെ വിശേഷണം അഡ്ജക്റ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ട് ഏതിനെയാണ് വിശേഷം? എൻ്റെ ബാക്കിലാണ്, പുറകിലാണ് വെക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരിക? അപ്പോൾ ഓൺ ദ ബെഞ്ച്, ആ ബെഞ്ചിൻ്റെ വിശേഷണമായ ഓൺ ദ വരാന്ത അതിൻ്റെ ബാക്കിൽ വെച്ചു, ബെഞ്ചിൻ്റെ ബാക്കിൽ വെച്ചു. ഈ വരാന്തയുടെ വിശേഷണമായ വീടിൻ്റെ എന്നുള്ളത് അതിൻ്റെ ബാക്കിൽ വെച്ചു. അപ്പോൾ ഓൺ ദ ബെഞ്ച്, ഓൺ ദ വരാന്ത ഓഫ് ദ ഹൗസ്. അപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് അർത്ഥമെടുക്കുമ്പോൾ ഇവിടെ നടക്കണം. വീടിൻ്റെ വരാന്തയിന്മേലുള്ള ബെഞ്ചിന്മേൽ കണ്ട. എവിടെ ഇരുന്നേ? ഓൺ ദ ബെഞ്ച് ഓൺ ദ വരാന്ത ഓഫ് ദ ഹൗസ്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ്. അത് ഇത്രയും നീളമുള്ള ഒരു ചെയിൻ കണ്ട, ഒരു വലിയ ചങ്ങല പോലെ നീളമുള്ള ഒരു അഡ്വർബാണ്. അതുകൊണ്ട് ഞാനൊരു പേരിട്ടാണ് ചെയിനിലേക്ക് അഡ്വർബ്. നിങ്ങൾ അത് കൊണ്ട് കേട്ട് പേടിക്കൊന്നും വേണ്ട, നീളുണ്ടെന്നുള്ള അർത്ഥം എടുക്കേണ്ട വിധവും മനസ്സിലായില്ലേ? ഇത് കുറേ എണ്ണം അങ്ങോട്ട് ചെയ്ത് പഠിച്ചാൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ അത് പറ്റൂ. അതിന് കുറേ ഉദാഹരണങ്ങൾ തരാം, നിങ്ങളത് ചെയ്ത് പഠിക്കുക. ഞാൻ തന്നുള്ള എല്ലാ ഉദാഹരണങ്ങളും അഭ്യാസങ്ങളും ചെയ്ത് പരിശീലിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് വാചകം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങൾ സില്ലിയായിട്ട് എടുക്കരുത്. അതുകൊണ്ട് എന്തായാലും ഈ സെക്ഷൻ അവസാനിക്കുകയാണ്. അടുത്ത ഒരു സെക്ഷനോട് കൂടിയിട്ട്, ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് മറ്റേ വാക്യം കൂടെ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാചകം എഴുതുന്നത് തുടങ്ങാം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞ പോലെ അനുസരിച്ച് എല്ലാം പഠിച്ച് ഉഷാറായിട്ട് അടുത്ത ഒന്നിൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാചകം എഴുതാനുള്ള ടെക്നിക്ക് പിടികിട്ടും എന്ന് ഗ്യാരണ്ടി ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം. അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെയോടൊപ്പം ചേർക്കുന്ന അഭ്യാസങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഒന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.